ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് കുഡ് ആൻഡ് വുഡ്, ഈ രണ്ട് മോഡൽ വെർബുകളുടെ ഉപയോഗത്തെ പറ്റി. ഇന്നത്തെ നമ്മുടെ ലെസൺ വുഡ് ആൻഡ് കുഡ് ഇത് തമ്മിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്നാണ്. ഈ ലെസൺ കഴിയുന്നതോടുകൂടി തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. വുഡ് ആൻഡ് കുഡ് ഇത് രണ്ടും തമ്മിൽ മെയിൻ ആയിട്ട് 3 ഡിഫറൻസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ പാസ്റ്റ് ടെൻസ്. ക്യാൻ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്, അതേസമയം വിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഐ ക്യാൻ റൺ എ മൈൽ ഇൻ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ 1 മൈല് ഓടാൻ പറ്റും എന്നല്ലേ, അതിനുള്ളൊരു എബിലിറ്റി എനിക്കുണ്ട് എന്നാണ്. ക്യാൻ ആണ് അവിടെ ഉപയോഗിച്ചത്. അവിടെ നമുക്ക് ക്യാൻ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസായ കുഡ് ഉപയോഗിക്കാം. ഐ കുഡ് റൺ എ മൈൽ ഇൻ 10 മിനിറ്റ്സ് വെൻ ഐ വാസ് യങ്ങർ. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എനിക്ക് 10 മിനിറ്റ്സ് കൊണ്ട് 1 മൈൽ ഓടാൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ക്യാൻ്റെ പാസ്റ്റ് ടെൻസായ കുഡ് അവിടെ ഉപയോഗിച്ചു പാസ്റ്റ് എബിലിറ്റി കാണിക്കുന്നതിന്. അങ്ങനെ ഒരു കഴിവ് ചെറുപ്പമായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഇനി വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ വുഡ്. വുഡ് എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്? ആദ്യം വിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് പറയാം. ഒരു 2 ടീംസ്, അതിലെ ഒരു മെമ്പറാണ് ഞാനും. ഞങ്ങളുടെ ടീം വിൻ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഐ നോ വി വിൽ വിൻ ദ മാച്ച്. മാച്ചിൽ ഞങ്ങൾ വിൻ ചെയ്യുമെന്ന് പറയുകയാണ്. വി വിൽ വിൻ ദ മാച്ച്. ഐ നോ വി വിൽ വിൻ ദ മാച്ച്. ഇനി മാച്ചൊക്കെ കഴിഞ്ഞു, അപ്പോഴും എനിക്കത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാം ഐ ന്യൂ വി വുഡ് വിൻ ദ ഗെയിം. ഐ ന്യൂ വി വുഡ് വിൻ ദ ഗെയിം. അപ്പോൾ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസായ വുഡാണ് അവിടെ ഉപയോഗിച്ചത്. ഐ ന്യൂ വി വുഡ് വിൻ ദ ഗെയിം. പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ കുഡ് എങ്ങനെ ഉപയോഗിക്കും, വുഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് വുഡ് ആൻഡ് കുഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. കുഡ് ഉപയോഗിക്കുന്നത് പോസിബിൾ സിറ്റുവേഷൻസിനാണ്, അതേസമയം വുഡ് ഉപയോഗിക്കുന്നത് ഇമാജിനറി സിറ്റുവേഷൻസിനാണ്. പോസിബിൾ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ സാധ്യമാകുന്ന സിറ്റുവേഷൻസ്. ഇമാജിനറി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് റിയൽ അല്ല, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയാം. മുകളിലേക്ക് നോക്കിയപ്പോൾ, ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ നല്ല ക്ലൗഡ്സൊക്കെ കാണുന്നു. അപ്പം മഴ പെയ്യുമെന്ന് എനിക്ക് മഴ പെയ്യാനൊരു സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. എന്താ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് കുഡ് റെയിൻ ടു നൈറ്റ്. ഇറ്റ് കുഡ് റെയിൻ ടു നൈറ്റ്. നോക്കൂ, കുഡാണ് അവിടെ ഉപയോഗിച്ചത്. അത് ഒരു പോസിബിൾ സിറ്റുവേഷനാണ്. ഇറ്റ് കുഡ് റെയിൻ ടു നൈറ്റ്. ഈ പ്രഡിക്ഷൻസ് നടത്തുന്നത് ഫ്യൂച്ചറിനെ പറ്റിയാണ്. മഴ പെയ്യാനൊരു സാധ്യത, ഇന്ന് രാത്രി മഴ പെയ്യുമായിരിക്കുമെന്നൊക്കെ പറയില്ലേ, മഴ പെയ്യാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ ഒരു പ്രഡിക്ഷൻ നടത്തുന്നതാണ്. അത് ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്രഡിക്ഷനാണ്. രാത്രി എന്നുള്ളത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി. ജോൺ ഈസ് നോട്ട് ആൻസറിങ് ദ ഫോൺ. ഹി കുഡ് ബി ബിസി. ജോൺ ഫോൺ ചെയ്തിട്ട് അവൻ എടുക്കുന്നില്ല, ആൻസർ ചെയ്യുന്നില്ല. അപ്പോൾ ഹി കുഡ് ബി ബിസി, അവൻ ബിസി ആയിരിക്കാം. അപ്പോൾ അവിടെയും അതൊരു പോസിബിൾ സിറ്റുവേഷനാണ്. അങ്ങനെ ആയിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹി കുഡ് ബി ബിസി. നോക്കൂ കുഡിൻ്റെ ഉപയോഗം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ കുഡ് ഉപയോഗിക്കുന്നത് ക്യാൻ എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ല. ഇത് ഒരു പോസിബിലിറ്റി പറയുന്നതിനുള്ള വാക്കായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് കുഡാണെങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുഡ് ക്യാൻ എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ല. ഇറ്റ് കുഡ് റെയിൻ ടു നൈറ്റ് എന്ന് പറയുമ്പോഴും ഹി കുഡ് ബി ബിസി എന്ന് പറയുമ്പോഴും അവിടെ ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ല കുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പോസിബിലിറ്റി കാണിക്കുന്നതിനുള്ള ഒരു വേർഡായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കുഡിന് പകരം നമുക്ക് വുഡ് ഉപയോഗിച്ചാൽ അത് റോങ് സെൻറ്റൻസ് ആവും. ഇറ്റ് വുഡ് റെയിൻ ടു നൈറ്റ് എന്ന് പറഞ്ഞാലും, അതല്ലെങ്കിൽ ഹി വുഡ് ബി ബിസി എന്ന് പറഞ്ഞാലും അത് ഈ മീനിങ് അല്ല അവിടെ കിട്ടുന്നത്. ഈ മീനിങ്ങിൽ അവിടെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് വുഡ് നോക്കാം. വുഡ് ഉപയോഗിക്കുന്നത് ഇമാജിനറി സിറ്റുവേഷൻസിലാണ്. ഇഫ് ഐ ഹാഡ് $1,000,000 ഐ വുഡ് ബൈ എ കാർ. എനിക്ക് $1,000,000 കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു കാറ് വാങ്ങും.
എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഇഫ് ഐ ഹാഡ് എന്നാണ്. എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വാങ്ങുമായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല, പൈസ ഉണ്ടായെങ്കിൽ ഞാൻ വാങ്ങിയേനെ എന്ന് പറയില്ലേ. അപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. അവിടെയാണ് വുഡ് ഉപയോഗിക്കുന്നത്. ഇഫ് ഐ ഹാഡ് $1,000,000 ഐ വുഡ് ബൈ എ കാർ. വുഡ് അവിടെ ഉപയോഗിച്ചു. അത് ഇമാജിനറി സിറ്റുവേഷനാണ്. അവിടെ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം ആയിട്ടല്ല അവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇമാജിനേഷനാണ്, റിയാലിറ്റി അല്ല. വേറൊരു എക്സാമ്പിൾ കൂടി. ഇഫ് സൈന വർക്ക്ഡ് ഹാർഡ് ഷീ വുഡ് ഗെറ്റ് എ പ്രൊമോഷൻ. സൈന നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയേനെ. അതും ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴുള്ള റിയാലിറ്റി അല്ല. ഇപ്പോൾ സൈന വർക്ക് ചെയ്യുന്നില്ല, അവൾക്ക് പ്രൊമോഷനും കിട്ടിയിട്ടില്ല. പക്ഷേ വർക്ക് ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് കിട്ടിയേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇമാജിനറി സിറ്റുവേഷനാണ്, അവിടെ വുഡ് ഉപയോഗിച്ചു. ഇത് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ല അവിടെയും വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വുഡ് ബൈ എ കാർ എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഐ കുഡ് ബൈ എ കാർ. ആ സിറ്റുവേഷനിൽ ഐ കുഡ് ബൈ എ കാർ എന്ന് ഉപയോഗിച്ചാൽ ആ സെൻറ്റൻസ് അങ്ങനെയും ഉപയോഗിക്കാം. പക്ഷേ അത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കില്ല. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വുഡ് തന്നെയാണ് അവിടെ ഇത്തരം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഇമാജിനറി എബിലിറ്റിയാണ് അവിടെ പറയുന്നത് കുഡ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡിഫറൻസ്. കുഡ് ഉപയോഗിക്കുന്നത് പോസിബിൾ സിറ്റുവേഷൻസിന് വേണ്ടി, വുഡ് ഉപയോഗിക്കുന്നത് ഇമാജിനറി സിറ്റുവേഷൻസിന് വേണ്ടി. അപ്പോൾ 2 ഡിഫറൻസായി. ഇനി അടുത്ത ഡിഫറൻസ് പൊളൈറ്റ് എക്സ്പ്രഷൻസ്. പൊളൈറ്റായിട്ട് വളരെ വിനയത്തോടു കൂടിയുള്ള ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് ഇല്ലേ, അവിടെയും നമുക്ക് ഈ കുഡ് ആൻഡ് വുഡ് ഉപയോഗിക്കാം. ഈ പൊളൈറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്ക് ഒരു 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് സജഷൻസ്, റിക്വസ്റ്റ്, ഓഫേഴ്സ്, ആസ്കിങ് ഫോർ പെർമിഷൻ. ഇതിനൊക്കെ പൊളൈറ്റ് എക്സ്പ്രഷൻസ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എവിടെയൊക്കെ കുഡ് ഉപയോഗിക്കും, എവിടെയൊക്കെ വുഡ് ഉപയോഗിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മേക്കിംഗ് സജഷൻസ്. ഒരാളോട് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വി കുഡ് ട്രൈ ദാറ്റ് ന്യൂ ചൈനീസ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ആ ന്യൂ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അത് ഒരു സജഷനാണ്. വി കുഡ് ട്രൈ. നോക്കൂ, കുഡ് ഉപയോഗിച്ചു അവിടെ. പക്ഷേ ഇവിടെ വി വുഡ് ട്രൈ എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. ഇനി അടുത്തത് മേക്കിംഗ് ഓഫേഴ്സ്. ഒരു എക്സാമ്പിൾ പറയാം. വുഡ് യു ലൈക്ക് സം ടീ? നമ്മൾ ചായ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേറൊരാളോട് ഓഫർ ചെയ്യുകയാണ്, വുഡ് യു ലൈക്ക് സം ടീ എന്ന്. അതൊരു ഓഫർ ചെയ്യലാണ്. അവിടെ നമുക്ക് വുഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വുഡ് യു ലൈക്ക് സം ടീ എന്ന് ചോദിക്കുന്നതിന് പകരം കുഡ് യു ലൈക്ക് എന്ന് ചോദിച്ചാൽ അത് ശരിയാവില്ല. അവിടെ വുഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി മേക്കിംഗ് റിക്വസ്റ്റ്. ഇവിടെ നമുക്ക് കുഡ് അതുപോലെ വുഡ് രണ്ടും ഉപയോഗിക്കാം. കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? ഇത് ഒരു റിക്വസ്റ്റ് ചെയ്യലല്ലേ, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? രണ്ടും നമുക്ക് അവിടെ ഉപയോഗിക്കാം. പക്ഷേ വുഡ് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഫോർമൽ ആണ് എന്ന് മാത്രം. പിന്നെ കുറച്ചുകൂടി പൊളൈറ്റ്നെസ് വരും. പിന്നെ നമുക്ക് വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ എന്ന് ചോദിക്കാം. വുഡ് യു മൈൻഡ് എന്ന് ഉപയോഗിക്കുമ്പോൾ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ എന്ന് ചോദിക്കാം. പക്ഷേ കുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ എന്ന് ചോദിക്കില്ല. അത് റോങ് ആണ്. കാരണം വുഡ് യു മൈൻഡ് എന്നത് ആ ഒരു ഫ്രേസ് വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫ്രേസാണ്. അവിടെ കുഡ് യു മൈൻഡ് എന്ന് ചോദിക്കാൻ പാടില്ല. ഇനി നെക്സ്റ്റ് വൺ, ആസ്കിങ് ഫോർ പെർമിഷൻ. അനുവാദം ചോദിക്കൽ. ഇവിടെ നമുക്ക് കുഡ് ആൻഡ് വുഡ് ഉപയോഗിക്കാം. കുഡ് ഐ ബോറോ യുവർ കാർ ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്? എനിക്ക് നിങ്ങളുടെ കാർ ഒന്ന് കടം തരുമോ 2 ദിവസത്തേക്ക്? കുഡ് ഐ ബോറോ യുവർ കാർ ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്? എനിക്ക് നിങ്ങളുടെ കാർ ഒന്ന് 2 ദിവസത്തേക്ക് കടം തരുമോ എന്നാണ്. അവിടെ നമുക്ക് വുഡ് ഉപയോഗിച്ച് ചോദിക്കാം. വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ ബോറോഡ് യുവർ കാർ ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്? ഒരു കാര്യം ശ്രദ്ധിക്കുക, വുഡ് ഉപയോഗിച്ചപ്പോൾ ബോറോഡ്. വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ ബോറോഡ് എന്നുപയോഗിച്ചു, പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. ഇത് ഒരു ഫ്യൂച്ചറിലെ കാര്യമാണ്. എനിക്ക് കടം തരുമോ എന്നല്ലേ. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് അല്ലേ, അവിടെ എന്തുകൊണ്ട് ബോറോഡ് എന്ന പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ അത് ഒരു ഗ്രാമർ റൂളാണ്, അങ്ങനെ തന്നെ ഉപയോഗിക്കണം.
വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ ബോറോഡ് യുവർ കാർ ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്? ഇനി നമുക്ക് അത് വുഡ് യു മൈൻഡ് ഉപയോഗിച്ചും ചോദിക്കാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോറോഡ് യുവർ കാർ ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്? അവിടെയും നമ്മൾ ബോറോഡ് തന്നെ ഉപയോഗിക്കണം. ബോറോഡ് പാസ്റ്റ് ടെൻസ്. ഇവിടെ നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണ്. പക്ഷേ വുഡും കുഡും ഉപയോഗിക്കാം. പക്ഷേ വുഡ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഇനി ഒരു ചെറിയ ടെസ്റ്റ്. ഇത് മനസ്സിലാക്കിയോ എന്നറിയണ്ടേ?